2024 നവംബറിലാണ് ഞാൻ ആദ്യമായിട്ട് കശ്മീർ വിസിറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് സച്ച് എ മാജിക്കൽ എക്സ്പീരിയൻസ്. അങ്ങനെ 4 മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കശ്മീരിലെത്തി. കാരണം അന്ന് തിരിച്ചു പോയപ്പോൾ ഐ ലെഫ്റ്റ് ബിഹൈൻഡ് എ പീസ് ഓഫ് മൈ ഹേർട്ട് ഇൻ കശ്മീർ. സോ ഹിയർ ഐ ആം ടു ഫൈൻഡ് എ മിസ്സിംഗ് പീസ് ഓഫ് മൈ ഹേർട്ട്. കശ്മീരിൽ ഞാൻ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? സ്നോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കശ്മീരിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ദൂത് പത്രിയിലേക്കാണ്. കശ്മീരിലെ ബുദ്ഗാം എന്ന് പറയുന്ന ജില്ലയിലാണ് ദൂത് പത്രി സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗർ എയർപോർട്ടിനോട് വളരെ ക്ലോസ് ചെയ്തിട്ടുള്ള പ്രദേശമായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കും. സ്നോയിൽ വിൻ്റർ ബൂട്ട് അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കടയിൽ കയറി വിൻ്റർ ബൂട്ട് വാങ്ങി. ദൂത് പത്രിക്ക് പോകുന്ന വഴി ഭയങ്കര മനോഹരമായിരുന്നു. മൊത്തം ദേവദാരു മരങ്ങളും പൈൻ മരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വഴിയായിരുന്നു. നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് വെഹിക്കിളിലാണ് വരുന്നതെങ്കിൽ അത് ദൂത് പത്രിയുടെ തൊട്ട് താഴെ വരെ മാത്രമേ വരുള്ളൂ. മുകളിലേക്ക് നമ്മൾ ദൂത് പത്രിയുടെ അടുത്ത് വരണമെങ്കിൽ നമ്മൾ ATV ബൈക്ക് റൈഡ് അല്ലെങ്കിൽ പോണി റൈഡ് വഴി മാത്രമേ എത്താൻ പറ്റുള്ളൂ. നമ്മൾ സെലക്ട് ചെയ്തത് ATV ബൈക്കായിരുന്നു. അടിപൊളി റൈഡായിരുന്നു. കശ്മീരിൽ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പോണി റൈഡാണെങ്കിലും ഇങ്ങനെയുള്ള റൈഡുകളിലെല്ലാം ഒരു വലിയ എമൗണ്ട് പറയും. അപ്പോൾ നമ്മൾ മാക്സിമം വില പേശിയതിന് ശേഷം മാത്രമേ റേറ്റ് ഫിക്സ് ചെയ്യാവുള്ളൂ. പോകുന്ന വഴി മുഴുവനും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. എനിക്ക് കശ്മീരിൽ എപ്പോഴും വരുമ്പോഴും ഐ ജസ്റ്റ് ഫെൽ ലൈക്ക് ഒരു ഇമാജിനറി വേൾഡിൽ എത്തിയൊരു ഫീലാണ്. ആരോ ഒരാൾ വരച്ച ചിത്രങ്ങൾ പോലെ. അങ്ങനെ നമ്മൾ ദൂത് പത്രിയുടെ അവിടെ എത്തി. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല. അവിടുന്ന് നല്ലൊരു ചൂട് കോഫിയും നല്ല ചൂട് മാഗിയും ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിക്കഴിച്ചു. നല്ല തണുപ്പിൽ നല്ല ചൂട് മാഗി കഴിച്ചപ്പം മാഗിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതുപോലെ തോന്നി. ഇവിടെ 10 രൂപയുടെ മാഗി പാക്കറ്റ് പൊട്ടിച്ച് ചൂടാക്കി തരുന്നതിന് 100-150 ഇവർ ചുമത്തുന്നത്. തലേന്ന് രാത്രി മഴ പെയ്തതുകൊണ്ട് പോകുന്ന വഴിയെല്ലാം അത്യാവശ്യം നല്ല ചളിയായിരുന്നു. ദൂത് പത്രിക്ക് ദൂത് പത്രി എന്ന് പേര് വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഷെയ്ഖുൽ ആലം എന്നറിയപ്പെടുന്ന ഒരു പ്രശസ്ത സന്യാസി ഈ പുൽമേടുകളിൽ പ്രാർത്ഥിച്ചിരുന്നു. വുദു ചെയ്യാൻ നേരം വെള്ളം തേടി അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന വടിയെടുത്ത് നിലത്തടിച്ചു. അപ്പോൾ വെള്ളത്തിന് പകരം പാലൊഴുകാൻ തുടങ്ങി. വുദു ചെയ്യാൻ വേണ്ടി പാല് വെള്ളമാക്കി മാറ്റാൻ പ്രാർത്ഥിച്ചപ്പോൾ അത് വെള്ളമായി മാറി. അങ്ങനെയാണ് ഈ പുൽമേടിന് ദൂത് പത്രി അഥവാ പാൽ താഴ്വര എന്ന പേര് വന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ നദിയിലെ ഈ വെള്ളം സവിശേഷമായ പാല് പോലെ കാണപ്പെടുന്നു. കശ്മീരിൽ സാധാരണ എല്ലാവരും പെഹൽഗാം, സോൻമാർഗ്, ഗുൽമാർഗ് എന്നീ സ്ഥലങ്ങളിലാണ് പോവാറ്. ഈ അടുത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ദൂത് പത്രി. ഇപ്പം അവിടെ ഒരുപാട് ആൾക്കാർ എത്താറുണ്ട്. പിന്നെ കുറേ നേരം മഞ്ഞിൽ സ്നോമാൻ ഉണ്ടാക്കിയിട്ടും മറ്റും കളിച്ചു. ഏത് സമയം വന്നാലും ഇവിടം സ്വർഗമാണ്. നിങ്ങൾക്ക് മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ദൂത് പത്രിയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെങ്കിൽ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഡിസംബർ ടു മാർച്ച് ആണ്. നല്ല പച്ചപ്പുള്ള ദൂത് പത്രിയാണ് കാണുന്നതെങ്കിൽ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ ടു ജൂൺ വരെയാണ്. നദിയിലെ വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. കുറേ നേരം വെച്ചാൽ കൈ ഫ്രീസ് ആവും. പിന്നെ നമ്മൾ റിട്ടേൺ അടിച്ചു. പോകുന്ന വഴിയിൽ നല്ലൊരു അടിപൊളി പ്ലേസ് കണ്ട് അവിടെ നിർത്തി. അങ്ങനെ നമ്മൾ ദൂത് പത്രിയിൽ നിന്നും തിരിച്ചു പോവുകയാണ്. അപ്പം എല്ലാവർക്കും ബായ്. പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ഓ, ബായ് പറഞ്ഞു പോകുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം കാണിക്കാൻ വിട്ടുപോയി. ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ റൂം ദെൻ എ റൂം ടൂർ ഈസ് റിക്വയർഡ്. ഇറ്റ്സ് മാൻഡറ്ററി. അപ്പോൾ പോയി കണ്ടിട്ട് വാ. ബൈ.